അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി മുട്ട ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണത് എന്ന് നോക്കട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ പറഞ്ഞു കൊടുത്തിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിരിക്കണം. ഇനി അതിലേക്ക് ഒരു സവാള കട്ടില്ലാതെ അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുക. ഗോൾഡൻ കളർ ആയാലും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തതാണ്. അത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി കിട്ടിയാൽ അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകപ്പൊടി കേട്ടോ. എല്ലാം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാലപ്പൊടി അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഗരം മസാല. ഇനി അതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടില്ല സവാള അല്ലാതെ ഇട്ട് കൊടുക്കുക. ഇത് പുതിന ഇല തണ്ട് കളഞ്ഞാണ്ട് ഇല മാത്രം ഇട്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ മല്ലിയിലും. ഇനി കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് എടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് എടുത്തുക്കുന്നത്. ഇത് റേഷൻ അരിയാണ്, പിന്നെ കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ. പിന്നെ സാധാരണ വെക്കണ മാതിരി അടുപ്പത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുക്കൽ. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുക്കൽ. ഏലക്കരി പട്ട എണ്ണയിലിടാൻ മറിഞ്ഞിന് അത് ഈ സമയമാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ പുഴുങ്ങി വെച്ച മുട്ട പിന്നെ പൊരിച്ചെടുത്തിട്ടില്ല കുറച്ച് സവാളയും അതുപോലെ തന്നെ മല്ലിയിലയും 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു വിസിൽ അടുപ്പിച്ച് കേട്ടോ. ബിരിയാണി വിസിലടിച്ച് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നതാണ് കേട്ടോ. ഇതിൻ്റെ മേലിൽ നിന്ന് മുട്ട മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് പാത്രത്തിൻ്റെ അടി ചേർത്ത് ചോറ് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിക്ക് വിളമ്പിയതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിക്കണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് അപ്പത്തിൻ്റെ രാവിലെ കടികളിലേറൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ ചോറ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. രസമുണ്ടോ? നല്ല രസമുണ്ടോ? ഇതിക്കൊക്കുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക, അതിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ.